ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഗ്ലിച്ച് എഫക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ട്രാൻസിഷൻ ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ ആണ്. സോ നിങ്ങൾ ആദ്യം പ്രിവ്യൂ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ വിറ്റ്മ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ വിറ്റ്മ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നുണ്ട്. ഓപ്പൺ ആക്കിയിട്ട് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ക്ലിപ്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ കുറച്ച് ക്ലിപ്സ് ആഡാക്കി കാണിച്ചു തരാം. ക്ലിപ്സൊക്കെ ആഡാക്കി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്കൊരു സോങ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ അതിനായി നമുക്കിവിടെ അടിയിലായിട്ട് മ്യൂസിക്കിൻ്റെ ഒരു ചിഹ്നം കാണും. സോ ആ ഒരു സിമ്പിളി ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു. സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വീഡിയോയുടെ സോങ് ആണ് കൊടുക്കേണ്ടത് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ നമുക്ക് അവിടെ സോങ് കൺവേർട്ട് ആയി കിട്ടും. ആ ഒരു സോങ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിവിടെ ഈ ഒരു സോങ്ങിനനുസരിച്ച് നമ്മുടെ ബീറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡ്യൂറേഷനൊക്കെ ആഡാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കിവിടെ ട്രാൻസിഷൻ ആഡ് ചെയ്യാൻ കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ ട്രാൻസിഷൻ ആഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് ഗ്ലിച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓൾഡ് ടി വി എന്ന് കാണും. സോ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾഡ് ടി വി എന്ന് കാണും. സോ ഈ ഒരു എഫക്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് സൈഡിലാണ് ആ ഒരു ഡബിൾ ടിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ നമ്മുടെ എല്ലാ കട്ട്സിലും ഈ ഒരു ട്രാൻസിഷൻ വന്ന് കാണും. നെക്സ്റ്റ് ഈ ഒരു ക്ലിപ്സിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ആനിമേഷൻ ആഡ് ചെയ്യാം, ഒരു സൂമിൻ്റെ ആനിമേഷൻ ആഡ് ചെയ്യാം. സോ അതിനായി നമുക്ക് ഈ കട്ട്സ് ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് സൂം ഔട്ട് എന്ന് കാണും. സോ ആ ഒരു സൂം ഔട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു 0.3 ആക്കി കൊടുക്കുക. സോ ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ കട്ട്സിലും ഈ ഒരു സൂം എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സൂം എഫക്റ്റൊക്കെ ആഡാക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഒരു എഫക്റ്റ് ആഡാക്കി കൊടുക്കാം. സോ നമുക്ക് ഗ്ലിച്ചിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഏത് എഫക്റ്റ് വേണമെങ്കിലും ആഡാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്ലിച്ച് 1 എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ് ആഡാക്കി കൊടുക്കുന്നത്. ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഡ്യൂറേഷനൊക്കെ നമുക്ക് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഫക്റ്റുകളൊക്കെ ആഡാക്കി കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ വീഡിയോ ഇവിടെ ഫിനിഷായി. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.